ഹായ് ഹലോ. രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ടത് ഞണ്ടാട്ടോ. എന്നാൽ പിന്നെ ഞണ്ടൊന്ന് റോസ്റ്റ് ചെയ്തേക്കാന്ന് കരുതി എല്ലാം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിൽ നിൽക്കുവാണ്. ജീവനുള്ള ഞണ്ടാട്ടോ, ചത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഞണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞണ്ട് വേവിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞണ്ട് വേവിക്കാനായിട്ട് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ റോസ്റ്റിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 സവോളയും 1 തക്കാളി, 2 കഷ്ണം ഇഞ്ചി, 5 പച്ചമുളകാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ എടുക്കാം കേട്ടോ. ഇത് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞണ്ടിനോട്ട് പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ മസാലയായിട്ട് എടുത്തിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഞാൻ എടുത്തിരിക്കുന്നത് ചട്ടിക്കലാണ്, അതായിരിക്കും കൂടുതൽ ആപ്റ്റ്. അപ്പോൾ സവാളയും ഉപ്പും ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഞണ്ടിലോട്ട് കിടക്കാൻ കരുതിയിരിക്കാം കേട്ടോ. സവാള ഉപ്പൊക്കെ ഇട്ട് വഴറ്റി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. അതിന് ശേഷം ഞണ്ട് ഇപ്പോൾ വേവിച്ചതെല്ലാം സെറ്റായിട്ടുണ്ട്. ഞണ്ടിൻ്റെ മാംസം മാത്രമായിട്ട് ഇനി സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പോവുകയാണ്. എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും സവാള ഏകദേശം വഴന്ന് വരും കേട്ടോ. സവാള നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, തക്കാളി എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സപ്പ് ചെയ്യുക. കുറച്ച് നേരം എന്നിട്ട് അടച്ച് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും കൂടി അരപ്പിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഇതിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണേ. ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ മാംസം മാത്രമാക്കി മാറ്റിയെടുത്ത് ഞണ്ട് കൂടി അതിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ആ അരപ്പെല്ലാം ഞണ്ടിൽ പിടിക്കുന്ന രീതിയിൽ എല്ലാം കൂടി നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ആ ഒരു അരപ്പിൻ്റെ പച്ചമണം എല്ലാം മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കിയിട്ടൊന്ന് അടച്ച് വെക്കുക. കുറച്ചൊരു 10 മിനിറ്റോളം അടച്ച് വെക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഞണ്ടായതുകൊണ്ട് അധിക സമയം എടുക്കേണ്ടി വരില്ല വേവിന്. പെട്ടെന്നായി തന്നെ കിട്ടിക്കോളൂ കേട്ടോ. ഒരു 10 മിനിറ്റോളം നമ്മളിത് അടച്ച് വെച്ച് കഴിയുമ്പോഴേക്കും അരപ്പും എല്ലാം സെറ്റായിട്ട് പിടിച്ചോളും. അതിന് ശേഷം പിന്നെ നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കറിവേപ്പില അതിൻ്റെ പുറമേ കൂടെ ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഒരു കറിവേപ്പില വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കറിവേപ്പിലയുടെ സ്മെല്ലും എല്ലാം കൂടി ആയിട്ട് അടിപൊളിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്